ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പെർഫെക്റ്റ് നമ്മളെ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മളെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഫ്രൈഡ് റൈസ്, ഒരു മിക്സ്ഡ് ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. അപ്പം എല്ലാവരും വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ സെലക്ട് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ കറക്റ്റായിട്ട് കിട്ടും. അപ്പം ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ 250 ml ഒരു കപ്പ് ബസ്മതി റൈസാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് റൈസ്, ബസ്മതിയിൽ ഏത് റൈസ് വേണമെങ്കിലും ഏത് കമ്പനീൻ്റെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നിങ്ങൾ അതിൻ്റെ എങ്ങനെയാണ് അത് വേവിച്ചെടുക്കേണ്ടതെന്നൊന്ന് ആ ജസ്റ്റ് പാക്കറ്റിൽ നോക്കിയാൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ ഒന്ന് കുതിർക്കാൻ വെക്കുന്നുണ്ട്. ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് കുതിർക്കാൻ വെച്ചു. ഇനി അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ ചൂടാക്കാൻ വെക്കാം. ചൂടായി കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ ഓയിലും ചേർത്ത് നന്നായിട്ട് വെള്ളം ചൂടായതിന് ശേഷം നമ്മൾ സോക്ക് ചെയ്ത് വെച്ച റൈസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നമ്മളൊരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റൊക്കെ ആവുന്ന സമയത്ത് ഇത് ഏകദേശം ഒരു 80% വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് ഊറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അതാ ഏകദേശം റൈസ് നമ്മളിത് ആയി വരുന്നുണ്ട്. അപ്പം നന്നായിട്ട് വെന്ത അലിയൊന്നും വേണ്ട. ഈ റൈസ് ഫ്രൈഡ് റൈസിന് അത്ര വേവ് വേണ്ട കേട്ടോ, അല്ലെങ്കിൽ ഇത് നന്നായിട്ട് പൊട്ടി പോവും. അതുകൊണ്ട് റൈസ് നമ്മൾ നന്നായിട്ട് വേവുന്ന മുന്നേ ഇങ്ങനെ ഒരു ഹോൾസുള്ള പാത്രത്തിൽ നന്നായിട്ട് ഊറ്റി വെക്കാം. അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മിക്സ്ഡ് ഫ്രൈഡ് റൈസ് അതിനെക്കൊണ്ട് ചെമ്മീൻ ഞാൻ ചേർക്കുന്നുണ്ട്. അതിനെക്കൊണ്ട് ചെമ്മീൻ ഞാനൊരു വെള്ളത്തിൽ ജസ്റ്റ് കുരുമുളകും പിന്നെ കുറച്ച് സോയാ സോസും പിന്നെ ഉപ്പും കൂടി ചേർത്തിട്ട് ഞാൻ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചെമ്മീനും ഏകദേശം റെഡിയായി വന്ന് ഇനി നമുക്ക് ഇതുണ്ടാക്കാനുള്ളൊരു വലിയൊരു പാത്രം എടുക്കാം. ഞാൻ 2 ആൾക്കുള്ള അളവാണ്, അതായത് 250, ഒരു കപ്പല്ലേ ഉള്ളൂ. അപ്പോൾ വലിയൊരു പാത്രം എടുക്കാം. നമുക്ക് മിക്സ് ചെയ്യാനൊക്കെ എളുപ്പം വലിയൊരു പാത്രമാണ്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്താൽ അതിലേക്ക് 2 എഗ്ഗ് ഞാൻ ജസ്റ്റ് ഒന്ന് ഉപ്പ് ഇട്ടിട്ട് ബീറ്റ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഓയിലിലോട്ട് ചേർത്ത് കൊടുത്തു. ഇനി എഗ്ഗ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ എഗ്ഗ്. ഈ ഒരു പരിവാവുന്ന സമയത്ത്, ഒരു പകുതി വേവുന്ന സമയത്ത് നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ സൈഡിലേക്ക് ആക്കി വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഓയിൽ പുറത്തോട്ട് വരും. ഇത് വേറെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്താലും മതി. നിങ്ങൾക്ക് ആ പാത്രത്തിൽ തന്നെ സ്പേസ് ഇല്ലെങ്കിൽ വെക്കാൻ കരിഞ്ഞു പോകും പേടിയുണ്ടെങ്കിൽ വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ആ ഓയിലിൽ, ബാക്കിയുള്ള ഓയിലിൽ നമ്മൾ 2 വെളുത്തുള്ളി, ചെറിയ 2 വെളുത്തുള്ളി ഞാൻ കുഞ്ഞായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ഇനി ഞാൻ ഉള്ളിയൊന്നും ചേർക്കുന്നില്ല, ഇത് ഉള്ളി തണ്ടാണ്. അപ്പം അതാണ് ഞാൻ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കണം. അതിൻ്റെ വൈറ്റ് പാർട്ട് ഉണ്ടാവുമല്ലോ, അതാ ചേർത്ത് കൊടുക്കണേ. ഇനി നമുക്ക് ഒരു ചിക്കൻ ഞാൻ ചേർക്കാത്തതുകൊണ്ട് ചിക്കൻ്റെ ക്യൂബില്ലേ, അതാണ് കേട്ടോ. അപ്പം ഒരു ക്യൂബ് മൊത്തത്തിൽ നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഒരു ഹാഫ് പീസ് ചേർത്ത് കൊടുത്തു. പിന്നെ ഞാൻ ഒരു പീസും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ചിക്കൻ്റെ ക്യൂബ് ആ ഓയിലിൽ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചെമ്മീനിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ചിക്കൻ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ചിക്കൻ ക്യൂബ് ഇട്ട സമയത്ത് ആ ഒരു സമയമാകുമ്പോൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏത് ഫ്രൈഡ് റൈസ് ആണെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. നിങ്ങൾ എന്തൊക്കെ മിക്സ് ചെയ്യണമെന്ന് നിങ്ങളിഷ്ടം. അപ്പോൾ ഇനി ഞാൻ വെജിറ്റബിൾസ് എടുക്കുന്നുണ്ട്. ഞാൻ പച്ചപ്പട്ടാണി, പിന്നെ ബീൻസ്, ക്യാരറ്റ്. അപ്പോൾ ഇത് ഫ്രോസൺ ആയിട്ടുള്ള വെജിറ്റബിൾസാണ്. അപ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം ഇതും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ആ ഓയിലിൽ. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഇല്ലേ, നമ്മളെ എള്ളെണ്ണ, അതാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഫ്രൈഡ് റൈസിൻ്റെ ഏറ്റവും നല്ല സ്മെല്ലിനും നല്ല ടേസ്റ്റിനൊക്കെ ഇത് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കുക. എന്നാലേ അത് ഫ്രൈഡ് റൈസ് ആവുകയുള്ളൂ എൻ്റെ അഭിപ്രായത്തിൽ കേട്ടോ. അപ്പോൾ അതാ നമ്മൾ എഗ്ഗ് കണ്ടില്ലേ, കരിഞ്ഞൊന്നും പോയിട്ടില്ല. ഇത്ര നേരം അവിടെ നിന്നെന്ന് വിചാരിച്ച് കരിഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യട്ടോ. അപ്പോൾ ഇതാ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച റൈസ്, ഞാനിത് രാവിലെ ആക്കി വെച്ചതാണ്. റൈസ് നിങ്ങൾ ആക്കുന്നതിൻ്റെ മുന്നേ ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും, ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും നല്ലത്. തണുത്ത് കഴിഞ്ഞാലാണ് ഇത് നന്നായിട്ട് ഒരു സെറ്റായി വരും. അപ്പം ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ നമ്മൾ സോയാ സോസും
പിന്നെ കുറച്ച് നല്ലെണ്ണ ജസ്റ്റ് ഒന്ന് തൂവി കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. പിന്നെ കുറച്ച് കുരുമുളക് ജസ്റ്റ് ഒന്ന് വിതറി കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇത് നമ്മളെ റൈസൊന്നും പൊട്ടാത്ത രീതിയിൽ നമ്മളെ കയ്യിലുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ പാത്രം കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഒരു ക്ലോത്ത് ആയിട്ട് പിടിച്ചിട്ട് കയ്യിലെടുത്ത് ജസ്റ്റ് ഇങ്ങനെ കയ്യിലുകൊണ്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിനിടക്ക് നമ്മളെ സ്പ്രിംഗ് ഓണിയൻ ഇല്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇതാ ഇങ്ങനെ ഇളക്കി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള മിക്സഡ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുകയാണെങ്കിലും ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾക്ക് അടിപൊളി ടേസ്റ്റുള്ള ഫ്രൈഡ് റൈസ് റെഡിയായി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.